ഹലോ മക്കളെ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാത്തവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മതി. അടിപൊളിയായിട്ട് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചെടുക്കാം. വേഗം പോകാം. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾ ആദ്യം അറിയേണ്ടത് അതിന്റെ ഓർഡർ ആണ്. എനർജിയിലുള്ള ഓർഡർ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1s കഴിഞ്ഞാൽ 2s, 2p, 3s, 3p, 4s, 3d എന്നിങ്ങനെ പോവാണ്. അപ്പോൾ മിനിമം ഒരു 3d വരെ നമ്മൾ കാണാതെ പഠിച്ചങ്ങോട്ട് വെക്കുക. എവിടെ മുതൽ എവിടം വരെ? 3d വരെ. സോ 1s, 2s, 2p കണ്ടോ, 2s, 2p, ആ 2 അങ്ങോട്ട് മാറ്റുക, അവിടെ 3 കൊടുക്കുക. 3s, 3p. ഇനി 4s, 3d. 4s എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി എന്ത് 3d സിനിമ അല്ലെ, 4s, 3d. അപ്പൊ അതൊന്ന് ഓർഡർ എന്ന് പറഞ്ഞു നോക്കേ. 1s, 2s, 2p, 3s, 3p, 4s, 3d. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഈ ഓർഡർ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, എസിന്റെ അകത്ത് 2 ഇലക്ട്രോൺസും പിന്റെ അകത്ത് 6 ഇലക്ട്രോൺസും ഡിയുടെ അകത്ത് 10 ഇലക്ട്രോൺസും എഫിന്റെ അകത്ത് 14 ഇലക്ട്രോൺസുമാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്ത് ഒരിക്കലും ചാഞ്ചാടരുത്. എസ് കണ്ടാൽ 2 എഴുതിക്കൊള്ളുക. അത് 1s ആയിക്കോട്ടെ, 2s ആയിക്കോട്ടെ, 3s ആയിക്കോട്ടെ, 4s ആയിക്കോട്ടെ, 100s ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടരുത്. ഇനി പി എവിടെയെങ്കിലും കണ്ടോ, അത് 2p ആയിക്കോട്ടെ, 3p ആയിക്കോട്ടെ, 5p ആയിക്കോട്ടെ, എന്ത് പി ആയിക്കോട്ടെ, 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ശരി, ഡി എവിടെ കണ്ടോ അതിൻ്റെ അകത്ത് 10 ഇലക്ട്രോൺസേ ഉള്ളൂ. അത് 4d ആയാലും 5d ആയാലും 6d ആയാലും 7d ആയാലും എന്ത് തന്നെ ആയാലും ശരി 10 ഉള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇത് ഓർഡറിൽ പഠിക്കുക. രണ്ടാമതായിട്ട് ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മളോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, സാറേ 1s എത്ര ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് കൊള്ളും? സിമ്പിൾ, 1s തന്നെ 2 ഇലക്ട്രോൺസ് അല്ലെ. സാറേ 3p എത്ര ഇലക്ട്രോൺസ് കൊള്ളും? എന്ത് ചോദിക്കാനാ, 3p അല്ലേ, p അല്ലേ, 6 എണ്ണല്ലേ കൊള്ളൂ അല്ലെ. സാറേ 3d എത്ര എണ്ണം കൊള്ളൂ? 3d 10 എണ്ണല്ലേ കൊള്ളുക, കാരണം d അല്ലേ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓഡിയോ മക്കളെ? യെസ്. ഇനി നമ്മൾ എങ്ങനെയാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 21ഉം 30നും ഇടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ. 21 to 30 എഴുതുന്ന സമയത്ത് അല്ലെ, അതായത് അറ്റോമിക് നമ്പർ 21 മുതൽ 30 എഴുതുന്ന സമയത്ത് ഈ 3d ഉള്ളിലും 4s പുറമേ വരും കേട്ടോ. ഇങ്ങനെയാണ് വരിക, 3d 4s എന്നാണ് വരിക കേട്ടോ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാരണം ട്രാൻസിഷൻ എലമെന്റ്സുകളാണ് ഇതിനകത്ത്, സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ 21 മുതൽ 30 വരെ എഴുതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. 3d ഉള്ളിൽ എഴുതും, 4s പുറമേ എഴുതും. ആ ഒറ്റ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. റെഡി? അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം അല്ലെ. ഇപ്പോ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പോ അറ്റോമിക് നമ്പർ 6 അല്ലെ, 6 ഇലക്ട്രോൺസ് അല്ലെ, അറ്റോമിക് നമ്പർ 6. അപ്പൊ നമ്മളോട് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാം സാറേ, ഇതിന്റെ ഓർഡർ ഞങ്ങൾക്കറിയാം, ഒന്നും നോക്കല്ല, നമ്മൾ വെറുതെ ഒന്ന് ഓർഡർ ചെയ്തേക്കാം. അപ്പൊ 1s കഴിഞ്ഞാൽ 2s, 2p, 3s, 3p, 4s, 3d. ഇതാണല്ലോ ഓർഡർ അല്ലെ. നമ്മുടെ കയ്യിൽ 6 കോഴിമുട്ട തന്നിട്ടുണ്ട്. 6 കോഴിമുട്ട. ആദ്യത്തെ സഞ്ചിന്റെ പേര് 1s അല്ലെ. സഞ്ചിന്റെ പേര് എത്രയാ? 1s. അതിന്റെ അകത്ത് എത്ര കോഴിമുട്ട കൊള്ളും? 2 കോഴിമുട്ടയല്ലേ കൊള്ളൂ. 2 കൂടുതൽ എഴുതരുത്, സഞ്ചി പൊട്ടി പോകും കേട്ടോ. സോ 1sന്റെ അകത്ത് എത്ര കോഴിമുട്ട? ഈ 6 കോഴിമുട്ടയിൽ 2 എണ്ണം ഇതിന്റെ അകത്ത് ഇടുക. അതെങ്ങനെയാ ഇടുക? മുകളിലിടുക. സോ 1s2. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെ ഓരോന്നിലും നിറച്ച് വേണം പോകാൻ. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്, ശരിയല്ലേ? ആകെ 6 കോഴിമുട്ടയല്ലേ, അതിൽ 2 എണ്ണം ഇവിടെ ഇട്ട്. ഇനി അടുത്ത സഞ്ചിയിലേക്ക് നോക്കാം. 2s എത്ര എണ്ണം പോവും? 2 ഇലക്ട്രോൺസ്. കാരണം എസ് അല്ലേ. എസ് 2s ആയിക്കോട്ടെ, 3s ആയിക്കോട്ടെ, 4s ആയിക്കോട്ടെ, എന്ത് കുന്തം ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് 2 എണ്ണം അല്ലേ പോവും. സോ 6 എണ്ണത്തിൽ 2 എണ്ണം ഇവിടെ ഇട്ട്. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. ഒരു 2 എണ്ണം ഇവിടെ ഇട്ടാ പോരെ അല്ലെ, 2s2. ഓക്കെ, അപ്പൊ 6 എണ്ണത്തിൽ 4 എണ്ണം നമ്മൾ സഞ്ചിയിലിട്ട്. ഇനി ബാക്കി എത്ര ഉണ്ട്? 2 എണ്ണം അല്ലേ. അടുത്ത സഞ്ചി എടുക്കുക. 2pയിൽ ശരിക്കും 6 എണ്ണം പോകും, പക്ഷെ നമ്മളെ കയ്യിൽ 6 എണ്ണം അല്ല, എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണം അല്ലേ ഉള്ളൂ. ആ 2 എണ്ണം ഇതിൻ്റെ അകത്തിട്ടേക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം വരിക ഇത്രയാണ്. 1s2, 2s2 ആൻഡ് 2p2. നോക്കി നിങ്ങൾ, 2 2 4 4 2 6. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നോക്കടാ മക്കളെ. അടുത്തത് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ 12 അറ്റോമിക് നമ്പർ 12. നോക്കടാ, ആദ്യം നമ്മൾ എഴുതുന്നു 1s2 ശരിയല്ലേ. ഓക്കെ, അടുത്തത് ആരായിരുന്നു? 1s കഴിഞ്ഞാൽ 2s2. എണ്ണം വേണേ, 2 2 4 12 കോഴിമുട്ട ഉണ്ട് കേട്ടോ. അടുത്തതാ 2p6 അല്ലെ, 2 2 4 10 അല്ലെ. അടുത്തത് ആരായിരുന്നു? 1s ആയി, 2s ആയി, 2p ആയി. അടുത്തതാ 3s അല്ലെ. 3s എത്ര എണ്ണം കൊള്ളും? 3s2 ശരിയല്ലേ.
6 4 10 12 കണ്ടോ? ഇത്രയും സൂപ്പർ ആയിട്ട് നമുക്ക് എഴുതാം. അടുത്ത് എഴുതി നോക്കാം. ഇപ്പോ 15 എഴുതി നോക്കണം മക്കളെ, എഴുതി നോക്കണം മക്കളെ. ഇതാ പിടിച്ചോ. 1s2 2s2 ഇൻ ഓർഡർ ഓർമ്മയാണ്. 1s 2s 2p 3s 3p 4s 3d അതിങ്ങനെ പറയാം. 1s 2s 2p 2s 2p ആ 2 അങ്ങോട്ട് മാറ്റുക. 3s 3p 4s 3d 4s 3d 4s 3d നമുക്ക് വേണ്ടി 3d കേട്ടോ. യെസ്. അപ്പോ 1s2 2s2 2p6 ഇപ്പൊ എത്രണ്ണായി? 10 എണ്ണം അല്ലെ. ദെൻ 3s2 ഇപ്പൊ എത്രണ്ണായി? 12. ഇനി 3 എണ്ണം കൂടി ഉണ്ട് അല്ലെ. ദാറ്റ് ഈസ് 3p3 ശരിയല്ലേ? റെഡി. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും തീർന്നെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം നിങ്ങൾ ഇതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1s ആയാലും 2s ആയാലും 3s ആയാലും 100s ആയാലും 1000s ആയാലും അതിൻ്റെ അകത്ത് 2 എണ്ണേ പോകും. കാരണം എസ്സിൽ 2 എണ്ണേ പോകും. 2p 3p 4p 5p എന്ത് p ആയാലും ശരി അതിൻ്റെ അകത്ത് 6 എണ്ണേ പോകും. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞിട്ട് ഓരോന്നിലും ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. സോ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷ നമ്മൾ തകർക്കും. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. നമ്മളെ മോഡൽ പരീക്ഷയുണ്ട്, അതേപോലെ തന്നെ നമ്മളെ SSLC എക്സാമിനുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? ഫാസ്റ്റ് ട്രാക്ക് എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രശസ്തരായ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള അധ്യാപകന്മാർ, അതേപോലെ തന്നെ മെറ്റീരിയൽസുകൾ നിങ്ങൾ പഠിച്ചില്ലേ, എന്തുകൊണ്ട് പഠിച്ചില്ല എന്നൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മെന്റർമാര്, അങ്ങനെ ഒരു വൻ നിര തന്നെ എന്താണ് നമുക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 2999 രൂപയ്ക്കാണ്. എപ്പോഴാണ് നമുക്ക് കിട്ടുക? നിങ്ങൾ ഓഗസ്റ്റ് 26 മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്താൽ മാത്രം. ഓഗസ്റ്റ് 26 അന്ന് 12 മണിക്ക് ശേഷം അല്ലെ രാത്രി 12 മണിക്ക് ശേഷം ചെയ്തു കഴിഞ്ഞാൽ എന്താവൂല, ഇത് ചിലപ്പോൾ 500 1000 ഒക്കെ വെച്ചിട്ട് കൂടും. അതുകൊണ്ട് മക്കൾ വളരെ ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 26 മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ഒക്കെ നടക്കുക. ഇനി പൈസ പടക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പൈസ ഒന്നും പടക്കേണ്ട കാര്യമില്ല, അതൊക്കെ പേ ലേറ്റർ. രജിസ്ട്രേഷൻ ഓൺലി, പേ ലേറ്റർ. ഓക്കെ. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. വേഗം തന്നെ അടിപൊളി മാർക്ക് വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. വേഗം തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ഓടി വരിക. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.